അപ്പോൾ അതൊരു സന്തോഷമായിട്ട് മാറി സിനിമയിൽ അവരെ കാണുക എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ്, അവർ പടം കാണുമ്പോൾ സ്റ്റിൽ അലൈവ് എന്നുള്ളൊരു സുഖമാണ് മനസ്സിൽ തോന്നുക. അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കാനാവുന്നു. സിനിമ സെറ്റുകളും വലിയ രീതിയിൽ സാറിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാരവൻ കൾച്ചർ വന്നു, അധികം ആളുകളും ഫോണിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പണ്ടത്തെ ഒരു ലൊക്കേഷൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സൗഹൃദം അത് ഏത് വിധത്തിലായിരുന്നു? അന്ന് കാരവനൊന്നും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. കാരവനെ കുറിച്ച് ആലോചിക്കാൻ നിവൃത്തിയില്ലായിരുന്നു, ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ കണ്ടൊരു എന്തെങ്കിലും തോന്നിയപ്പോൾ ഏതോ ഒരു ബുദ്ധിമാൻ ഒരു കാരവൻ ഉണ്ടാക്കാൻ നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് കുറേ എന്നെ ഫോളോ ചെയ്യാൻ തോന്നി. പിന്നെ ഒരു ക്യാരവൻ ഒരു കൂടിയാത്തിരുന്നൊരു സംഗതിയായിട്ട് മാറി അല്ലേ. ഇപ്പോൾ എന്തിന് നിങ്ങൾ ഫോൺ എടുക്കണം, ഏതാവശ്യവും ഈ നിങ്ങളുടെ ഇരിക്കുന്ന ഫോൺ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ എന്തെല്ലാമോ പോയതുപോലെ തോന്നും. അതെ, അതുപോലെയാണ് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ വസ്ത്രധാരണം, അതിനെപ്പറ്റിയൊക്കെ അവർ നിശ്ചിതമായി വിമർശിച്ചിരുന്ന സമയത്ത് മധു സാർ പറഞ്ഞിരുന്നൊരു ഭാഷ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പണ്ടുമുണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ സൈഡൊക്കെ ഷേവ് ചെയ്ത് കുടുമി വെച്ച് കമ്മലിട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മാറ്റം മാത്രമാണ്. ഇതിന് അത്ര കണ്ട് വലിയ കാര്യമായിട്ട് പെരുപ്പിച്ച് കാണേണ്ടതില്ല എന്നുള്ളത്. യുവത്വത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ യുവാക്കളുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതും സ്വഭാവമായിട്ടുള്ളിലുണ്ടല്ലേ. അത് ജസ്റ്റ് ചേഞ്ചസ്. ഈ നേരത്തെ ഇത് കുടുംബ കെട്ടി അഞ്ജന കണ്ണെഴുതി ആനയുടെ തല ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു പാട്ടില്ലേ, മണവാളൻ എത്തുന്നേരം കുടുമയിൽ ചൂടാനൊരു എന്തോ മുല്ലമണിമാല കൊടുത്തിരുന്നു. അപ്പോൾ അന്നത്തെ സ്റ്റൈൽ ഈ കുടുംബനായിരുന്നു, അത് സ്റ്റൈലാണ്. ഇന്നിപ്പോൾ സ്റ്റൈൽ സൈഡ് പഠിച്ച് കളയുക എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റൈൽ ഇല്ലേ. അതെ, പണ്ട് സൈഡിൽ അധികം വെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു, കരയുമായിരുന്നു പുള്ളി. വീട്ടുകാർ നിർബന്ധിക്കുമായിരുന്നു കൂടുതൽ വെട്ടിക്കളയാൻ. കാരണം ഇത് കുറേ കഴിയുമ്പോൾ വീണ്ടും വെട്ടേണ്ടി വരുമല്ല, ഒരു 2 മാസം കഴിഞ്ഞ് വെട്ടിയാൽ മതി. അതുകൊണ്ട് സൈഡ് വെട്ടുമ്പോൾ സങ്കടമായിരുന്നു പിള്ളേർക്ക്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും വെട്ടി ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് എന്നെ പോലെയുള്ള വയസ്സന്മാർക്ക് കാണാൻ നേരത്തെ വൃത്തികേടായിട്ട് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ ഹാൻസം എന്ന് പറയുന്നത് ഇങ്ങനെ 2 സൈഡും വഴിച്ച് കളഞ്ഞവരാണ്. അതൊരു മാറി വരുന്നതാണ് മനുഷ്യന്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളായി ഇപ്പോൾ മൊബൈൽ, OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക, അത് പലപ്പോഴും മധു സാറിൻ്റെ പ്രായവുമൊക്കെ ബന്ധപ്പെടുത്തിയ ആളുകൾ പറയുന്നത് ഇതൊരു വലിയ അപ്ഡേഷനാണ്, ടെക്നോളജിയുമായി മധു സാർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപ്ഡേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതായത് ടെക്നോളജിയെ പുൽകാനുള്ള ഈ ഒരു ആഗ്രഹം, ഈ ഒരു ഉത്സാഹം മധു സാറിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആക്റ്റീവായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടർ വന്നിട്ട് പോപ്പുലറായി. അപ്പോൾ എനിക്ക് ഈ ഷൂട്ടിങ് കാരണം അങ്ങനെ തനത്തായിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവസാനം ഇവിടെ 3 മാസം ഒരു ഈവനിങ് ക്ലാസ്സിൽ പോയി പഠിച്ചു കമ്പ്യൂട്ടർ പഠിച്ചു. ടെക്നോളജിയോട് ഒരു അടുപ്പമുണ്ട്, ഒരു ഇഷ്ടം. അല്ല, ആവശ്യം ടെക്നോളജി ജീവിതത്തിൽ ഒരു കോമൺ സാധനമായിട്ട് മാറുമ്പോൾ ടെക്നോളജി മനസ്സിൽ അറിവാളിയാവണം എന്നുള്ളതല്ല. ടെക്നോളജി നമുക്ക് വേണ്ടതല്ലേ. മനുഷ്യൻ ഇതില്ലാതെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ, ഈവനിപ്പോൾ ഈ ഫോണിൻ്റെ കാര്യം തന്നെ, ഇപ്പോൾ ഫോൺ തന്നെ കുട്ടികളൊക്കെയാണ് അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യണം അറിയണത്. പ്രായമായ ആളുകൾ സംശയമുണ്ടെങ്കിൽ പിള്ളേരെടുത്താണ് ചോദിക്കണേ. പണ്ട് ഈ പിള്ളേർക്ക് കണക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ 3-4 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി മണ്ട ഞാൻ തലയിൽ കയറിയില്ല, എൻ്റെ ഇവിടെ നിന്ന് വേട്ടുമ്പോൾ ഈ അപ്പം പറഞ്ഞാലേ മനസ്സിലാവില്ല, എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങോട്ട് വരട്ടിരുന്നു. അതെ, ഈ ഒരു വലുപ്പമുള്ള ആകാര സൗഷ്ഠവമുണ്ടല്ലോ, ഈ വലുപ്പം, ഇത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ ചില കഥാപാത്രങ്ങൾ എടുക്കാൻ? ചില കഥാപാത്രങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് വരാൻ നേരത്ത് നമുക്ക് ഈ മരം ചുറ്റി ഓടുന്ന ക്യാരക്ടറൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ. ഹീറോ എന്ന് പറഞ്ഞാൽ മരം ചുറ്റി ഓടണമല്ലോ, വേണം. അത് ഒരു നോർമലി കൂടുതൽ തടിക്കുന്നത് സിനിമയിൽ മാത്രമല്ല, അല്ലാതെയും ഒരു ശകലം അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ, അച്ഛൻ എന്നെക്കാളും തടിയനായിരുന്നു. ഒരു മികച്ച നടന് മധു സാർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? ഒബ്സർവ് ആരാണ് കൂടുതൽ ഈ ഭൂമിയിലെ മനുഷ്യരെയും ജീവിതത്തെയും ഒബ്സർവ് ചെയ്യുന്നത്, അവനാണ് ബെസ്റ്റ് ആക്ടർ. തിരിച്ചും പറയാം, ഈ ആക്ടർ മനസ്സിലുള്ളവൻ നല്ല ഒബ്സർവറായിരിക്കും. അവന് ഈ വിവിധ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് മനുഷ്യരവൻ്റെ സൊസൈറ്റി തന്നെ വ്യത്യസ്ത ജനങ്ങളെ കാണുന്നത് അവൻ നോക്കിയിട്ട് അവൻ അറിയാതെ തന്നെ അവൻ പഠിക്കും. ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോവില്ല, അത് ഭയങ്കര താല്പര്യമായി ഇത് കാണാനും പഠിക്കാനും അതുപോലെയുള്ള ഏതെങ്കിലും തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനും.
അപ്പോൾ ഒബ്സർവേഷൻ അതാണ് ഒരു ആക്ടർക്ക് നമ്പർ 1 വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അതെല്ലാ ആക്ടർക്കും ഇതുണ്ട്. സക്സസ്ഫുൾ ആർട്ടിസ്റ്റിനെല്ലാം ഈ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ഒരു മികച്ച സംവിധായകന് വേണ്ട ക്വാളിറ്റി എന്താണ്? അത് ഈ ജീവിതം പഠിക്കുക എന്നുള്ളത് തന്നെ. അതിൽ കൂടുതൽ പിന്നെ വേറൊന്ന് അവിടെ ടെക്നോളജിയും കൂടെ വരുന്നു. മറ്റേ ആക്ടറിൻ്റെ കാര്യത്തിൽ അവിടെ ടെക്നോളജി വരുന്നില്ല, പക്ഷെ അത് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. മാറി മാറി വരുന്ന മെഷീൻസ്, മാറി മാറി വരുന്ന ഉപയോഗങ്ങൾ, മാറി മാറി വരുന്ന തിയേറ്റേഴ്സ്, മാറി മാറി വരുന്ന പ്രൊജക്ഷൻ, ഈ മാറി മാറി വരുന്ന പ്രേക്ഷകൻ്റെ മനസ്സ്, ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിരിക്കണം. അതിൽ കൂടെ വേണം കഥയും കഥാപാത്രങ്ങളെയും. അപ്പോൾ ഈ ഓൾറൗണ്ട് അറിവാളിയായിരിക്കണം ഡയറക്ടർ, പ്രയത്നശീലനുമായിരിക്കണം. നല്ല മെനക്കെട്ട പണിയാണ്. ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു തുല്യമായി നമ്മളിലേക്ക് ഒരു പ്രകടനം എത്തിക്കുന്നു എന്ന് തോന്നിയത് ആരോടൊപ്പം അഭിനയിച്ചപ്പോഴാണ്? ഒരു ഈക്വൽ പെർഫോമർ എന്നൊക്കെ പറയില്ലേ സർ, അത് ശ്രീവിദ്യ? ഇതല്ലാത്ത ആരും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. 1-2 പടത്തിൽ ആരെങ്കിലും വന്നിട്ട് പോയി കാണുമായിരിക്കും. എൻ്റെ കൂടെ സ്ഥിരം അഭിനയിച്ചിട്ടുള്ള പഴയ ആദ്യത്തെ അംബിക, ഷീല, ശ്രീവിദ്യ, ജയഭാരതി, ശാരദ, വിദ്യ, പിന്നെ കെ ആർ വിജയ. ഇവർ നോക്കാൻ നേരത്തെ അല്ല ഇവരെ ആരാണ് മോശമായത്? അവർക്ക് പറ്റിയ ക്യാരക്ടറാണ് അവർ അഭിനയിക്കുകയാണെങ്കിൽ ചിലർക്ക് തോന്നും. ചില കുട്ടികൾ അഭിനയിക്കാൻ വരുമ്പോൾ അവർക്ക് ഡയലോഗ് പറയാൻ വിഷമമുള്ളപ്പോൾ, അഭിനയിക്കാൻ വിഷമമുള്ളപ്പോൾ, നാണം കൂടുതലുള്ളപ്പോൾ ഒക്കെ അതങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അധികം തോന്നിയിട്ടില്ല, തോന്നിയേക്കാം. ഈ പറഞ്ഞവരിൽ ഏറ്റവും മികച്ചൊരു അത് ഞാൻ പറഞ്ഞു എല്ലാം ഓരോ വിധത്തിലാണ്. ഇപ്പോൾ ശാരദ അഭിനയിക്കുന്ന നല്ല റോളുകൾ ശ്രീവിദ്യയ്ക്കോ ഷീലയ്ക്കോ ഒക്കില്ല. ഷീല അഭിനയിക്കുന്ന ശാരദയ്ക്കും പലതും ഒക്കില്ല. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. പക്ഷെ ഇന്നയാൾ മെച്ചം, ഇന്നയാൾ ചെയ്യുന്ന ക്യാരക്ടർ മെച്ചം എന്നുള്ളതല്ലാതെ ഇന്നയാളിനേക്കാളും മെച്ചം അല്ലെങ്കിൽ മോശം എന്ന് പറയാനൊക്കില്ല. അവരെല്ലാം ഈക്വലി ക്വാളിഫൈഡാണ്. അവിടെ തൂക്കി നോക്കിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഒരാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പലതും ഒരാൾ എല്ലാ ക്യാരക്ടറും എല്ലാവരും ചെയ്യും. പക്ഷേ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റും ചെയ്യാം. എത്ര വലിയ ആളാണെങ്കിലും ഒത്തില്ലാന്ന് വരും. അതിപ്പോൾ കാണാമല്ലോ. ഇപ്പോൾ പഴയ പടങ്ങൾ റീമേക്ക് ചെയ്യാൻ നേരത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യമാവും. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നീലവെളിച്ചം എത്രമാത്രം ആസ്വാദ്യകരമായ ഒരു സിനിമയായിരുന്നു മധു സാറിന്? അവർ രണ്ടിലും കൂടെ വന്നിരുന്നു. കുട്ടിയും അങ്ങനെ പേരെന്താ ആഷിക്കബുവും ഭാര്യയും കൂടെ വന്നിരുന്നു. അത് റീമക്കല്ലെങ്കിലും വന്നിരുന്നു. അവരതും കൊണ്ടുവന്നിരുന്നു. അവിടെ എൻ്റെ ടി വിയിലിട്ട് കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സംഗതിയെല്ലാം കൊള്ളാം. പക്ഷേ ആ മാനസമന്തയെ വരുവാൻ എന്നുള്ളത് പ്രേമനസീർ പാടുന്ന സ്ഥലത്ത് ആരിരുന്ന് പാടിയാലും ശരി ഏക്കില്ല, അത് ഏറ്റുപോയി. പിന്നെ വിജയ ആൻ്റണിയുടെ ആ 2 കണ്ണുകൾ മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആ മറ്റേ ക്യാരക്ടർ അവളെയും കൂടി ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, ഇതിങ്ങനെ ഈ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു യക്ഷിയുടെ ആ കണ്ണുകൾ വിൻസെൻ്റ് മാസ്റ്റർ ഭ്രാന്ത് പിടിച്ച് അന്വേഷിച്ച് കിടക്കുകയാണ്. ഇതിങ്ങനെ 2 നല്ല കണ്ണുകൾ, ഈ കണ്ണുകളുള്ള. അപ്പോൾ ബൈ ചാൻസിൽ ഇവിടെ വാഹിനി സ്റ്റുഡിയോയിൽ അവിടുത്തെ തിയേറ്ററിൽ ഇത് ഓപ്പറേറ്റർ അയാൾക്ക് ചോറ് കൊടുക്കാൻ അയാളുടെ മോള് ഇതുമായിട്ട് വരുന്നു. അത് വിവാഹം കഴിച്ച പെണ്ണാണ്. ചോറുമായിട്ട് വരുന്നു. കണ്ടപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. അന്വേഷിച്ച് ആരാണ്? അത് ഇന്ന ആളുടെ ഇന്നാണ്. അതിനെ അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ അങ്ങനെ ഈ കണ്ണ് ആ പെണ്ണതിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞുമുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചതാണ് വിജയ നിർമ്മല. അപ്പോൾ ആ അന്ന് ആരും കണ്ടിട്ടില്ല ഈ കുട്ടിയെ. ഈ ഇന്നസെൻസ് ഭംഗിയായിട്ട് ഈ കുട്ടി അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഷീ ഹാസ് മെയ്ഡ് ഒരു ഇമേജ്. ഭയങ്കര സ്മാർട്ടായ, വേണ്ടി വന്നാൽ തല്ലാൻ റെഡിയായ, വേണ്ടി വന്നാൽ എന്തും ചെയ്യുന്ന ഒരു പെണ്ണായിട്ടാണ് ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരെ ആ ക്യാരക്ടറാകാൻ പറ്റില്ല. അവൾ വെരി ഇന്നസെൻറ്റ്. ആദ്യമായിട്ടാണ് ഈ എല്ലാ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. യുവനടന്മാരുടെ നിരയുണ്ടല്ലോ നമുക്ക്. ടൊവിനോ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, നിവിൻ പോളി, ദുൽഖർ സൽമാൻ. ഇവരിലെ പ്രതിഭ വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു നടനെ പറഞ്ഞാൽ മധു സാർ ആരെ പറയും? അല്ല, എനിക്ക് ടൊവിനോ ഇഷ്ടമാണ്,
ഇത് ഫാസലിനെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഇത് കുറേ ആസിഫ് അലിയുടെ കുറേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആസിഫ് അലിയെ ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് ആദ്യം ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വരുന്ന പുതിയ പടങ്ങൾ കാണുമ്പോഴാണ് ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇയൊക്കെ ഒരു ആൻ ആർട്ടിസ്റ്റ് ഒരു അംഗീകാരം തോന്നുന്നത്. വലിയ സന്തോഷം ഈ ഒരു സംഭാഷണം സാധ്യമായതിൽ. ഞങ്ങൾക്ക് അനുവദിച്ച സമയത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും മലയാള സിനിമകൾ കാണാനും അപ്ഡേറ്റഡ് ആയ മധു സാറായിരിക്കാനും സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.